എല്ലാവർക്കും നമസ്കാരം. ഷഷ്ഠി വ്രതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. മക്കളുടെ സമ്പൂർണമായ ഐശ്വര്യത്തിനു വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഷഷ്ഠി വ്രതം. വൈശാഖ ഷഷ്ഠിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. 6 ദിവസം മുമ്പേ വ്രതം എടുക്കുന്നതും നല്ലതാണ്. അതിന് പറ്റാത്തവർക്ക് പഞ്ചമി തിഥിയിൽ ആരംഭിച്ച് സപ്തമിയിൽ വ്രതം അവസാനിപ്പിക്കാം. ഈ വ്രതത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ബാലമുരുകൻ അവിവേകം മൂലം ഒരിക്കൽ ബ്രഹ്മദേവനെ ബന്ധനസ്ഥനാക്കുകയുണ്ടായി. ഇത് പിന്നീട് മുരുകനിൽ വലിയ മനസ്താപമുണ്ടാക്കുകയും ചെയ്തു. ഈ അപരാധത്തിന് പ്രായശ്ചിത്തമായി മുരുകൻ ഒരു മഹാസർപ്പമായി മാറുകയും ഉടൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഈ സർപ്പത്തെയാണ് മുരുകൻ്റെ ചിത്രത്തിൽ നാം കാണുന്നത്. മകൻ അപ്രത്യക്ഷനായതോടുകൂടി മാതാവായ ശ്രീപാർവതി അതീവ ദുഃഖിതയായി. തൻ്റെ മകനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ദേവി മഹാദേവനോട് അപേക്ഷിച്ചു. മകനെ തിരിച്ചു കിട്ടാൻ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുവാനും താരകബ്രഹ്മമായ മുരുകനെ തന്നെ ഭജിക്കണമെന്നും ശിവൻ ഉപദേശിച്ചു. അതുപ്രകാരം ശ്രീപാർവതി 108 ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനുശേഷമാണ് മുരുകനെ തിരിച്ചു കിട്ടിയത്. ഇതാണ് ഷഷ്ഠിവ്രതത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം. വ്രതമെടുക്കുന്നവർ അതിരാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ഗണപതിയെയും മുരുകനെയും പൂജിക്കണം. 21 തവണ ഓം ശരവണഭവായ എന്ന മന്ത്രം ജപിക്കണം. അതുപോലെ ഓം വജൽഭുവേ നമ എന്ന മുരുകൻ്റെ മൂലമന്ത്രവും ജപിക്കണം. അതുപോലെ 21 തവണ സ്കന്ദ ഗായത്രിയും ജപിക്കണം. ഓം സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. ഇതാണ് സ്കന്ദ ഗായത്രി. ഈ ഗായത്രി ജപിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മക്കളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും. അവർക്ക് നല്ല ഐശ്വര്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. വ്രതമെടുക്കുന്ന ദിവസം ഉച്ചയ്ക്ക് സാത്വികമായ ആഹാരം മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. രാത്രിയിൽ പാലോ പഴമോ വെള്ളമോ മാത്രം കഴിക്കുക. പിറ്റന്നാൾ തീർത്ഥജലം കഴിച്ചുകൊണ്ട് വേണം വ്രതം അവസാനിപ്പിക്കുവാൻ. മക്കളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത്. ഷഷ്ഠിവ്രതം എടുക്കുന്ന ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കുകയും വേണം. സുബ്രഹ്മണ്യന് 6 തവണയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. മക്കളുടെ സർവതോമുഖമായ ഐശ്വര്യത്തിനു വേണ്ടി എല്ലാ അമ്മമാരും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുക. എല്ലാവർക്കും നന്ദി.